എൻ്റെ എല്ലാ +1 കുട്ടികൾക്കും നമ്മൾ യൂണിറ്റ് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു റിവിഷൻ പോലെ ഞാനൊന്നും പറഞ്ഞുതരാം. ഇതുവരെയും നമ്മൾ പഠിച്ച ടോപ്പിക്കുകളിൽ കുറേ ടോപ്പിക്കുകൾ, അതായത് ആദ്യം നമ്മൾ ആ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചെറിയൊരു ചാപ്റ്റർ പഠിച്ചു. ഇതിനകത്ത് തന്നെയുള്ള ചെറിയൊരു പോർഷൻ പഠിച്ചു, ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ നമ്മൾ പാരലാക്സ് മെത്തേഡ്, അങ്ങനെയുള്ള SI സിസ്റ്റം, ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വന്നു. ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇതെല്ലാം പരീക്ഷയ്ക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിനുശേഷം നമ്മൾ വന്നത് എവിടോട്ടാണ്? ഡയമെൻഷൻസ് പഠിച്ചു. ഡയമെൻഷൻ എഴുതാൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ഈ ഡയമെൻഷൻ എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ അതിനകത്തൊരു 70% ടോപ്പിക്ക് ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡയമെൻഷൻസ് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക, നല്ല വൃത്തിയായിട്ട് എഴുതി 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 പഠിക്കണം. അന്നേരം ഡയമെൻഷൻസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. നല്ല പോലെ ഞാൻ അത് വൃത്തിയായിട്ട് എഴുതി നല്ല പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫുൾ സ്ക്രീനൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് അത് എഴുതി നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഡയമെൻഷൻസ്. അത് കഴിഞ്ഞിട്ട് ഡയമെൻഷൻ്റെ 3 യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ 3 യൂസ് ചെയ്യാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 3 യൂസ് ഒരുപാട് എക്സാമ്പിൾ വെച്ച് 3 യൂസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തത് ഓർത്തോണ, ഒരു റിവൈസ് അറ്റ് എ ഗ്ലാൻസ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, to derive the correct relationship between physical quantities, to convert a unit from one system into another. ഇങ്ങനെ 3 യൂസ്, അതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ കൃത്യമായിട്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആകെ ഈ ചാപ്റ്ററിനകത്തുള്ള ഏക പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഭാഗം തീർന്നു. ഇത്രയും ഭാഗം തീർന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഡയമെൻഷൻ നമുക്ക് വലുതായിട്ട് ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. അന്നേരം ആ ടോപ്പിക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കണം, കാരണം നമുക്ക് 1 മാർക്ക് പോലും കളയാൻ പാടില്ല. അന്നേരം ഒരു ശകലം പോലും, കുറച്ച് പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മടി പിടിക്കരുത്. കാരണം ജനുവരിയിലെ ക്ലാസ് തുടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പം ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനുവരിയിലെ ക്ലാസ് തുടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോൾ, തുടങ്ങാൻ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് മെയില് പരീക്ഷ കാണുമെങ്കിൽ അതുവരെയുള്ള 70-80% പോർഷൻ ഒരു സ്കൂളിലും, കേരളത്തിൽ ഒരു സ്കൂളിലും പഠിപ്പിക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ബോധ്യം വേണം. അന്നേരം ഇതെല്ലാം അയ്യോ ഞങ്ങൾക്ക് കൃത്യസമയത്ത് പരീക്ഷ നടത്തും, ഇതെല്ലാം ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് തോന്നരുത്. ഓരോ ക്ലാസ്സും വിലപ്പെട്ടതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അന്നേരം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എന്താണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി, കൃത്യത നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇത് എന്താണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് അതിന്റെ റൂൾസ് ഒക്കെ പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് കൃത്യമാവും. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക്, 1 മാർക്കാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അന്നേരം ശ്രദ്ധിക്കുക, എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി ഡിറ്റർമിൻ ചെയ്യുന്ന ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇപ്പം ദി ഗ്രേറ്റ്, അതിന്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് ചേർത്ത് ഒരു സെന്റൻസ് പറയാം. ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, the most accurate is the measurement. The greater the number of significant figures, അതായത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം കൂടിയാൽ the most accurate is the measurement. ആ മെഷർമെന്റ് കുറച്ചുകൂടെ ആക്യുറസി ആയിരിക്കും. ഉദാഹരണം, ഇപ്പം എൻ്റെ വെയിറ്റ് 80 കിലോ നമ്മൾ സാധാരണ ഒരു വെയിങ് ബോക്സിനകത്ത്, സാധാരണ ഒരു വെയിങ് മെഷീനകത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പം എനിക്ക് 80 കിലോ എന്ന് വിചാരിക്കും. ഞാനൊരു ഡിജിറ്റൽ വെയിങ് മെഷീനാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും 18.105 എന്ന് കാണിക്കുന്ന വെച്ചാൽ അത്രയും. ഏതാണ് നിങ്ങൾ നോക്കുമ്പം ആക്യുറസി കൂടുന്നത്? 80 കിലോ ആണോ 80.105 കിലോഗ്രാം ആണോ? ഉറപ്പായിട്ടും ഇതായിരിക്കും കുറച്ചുകൂടെ ആക്യുറസി ഉണ്ട്. അന്നേരം അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സെന്റൻസ്. ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ദി മോർ ആക്യുറേറ്റ് ഈസ് ദി മെഷർമെന്റ്. അന്നേരം അത് വളരെ ആലോചിക്കുക.
ഇനി നമുക്ക് പഠിക്കാനുള്ള അതിന്റെ റൂൾസ് ഒക്കെ പഠിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പഠിച്ചിട്ട് വരാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇതുവരെയുള്ളതെല്ലാം പഠിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ദോഷമാവും. പഠിച്ചാൽ വളരെ എളുപ്പമാവും. ഓക്കെ, വാ. കാരണം നമുക്ക് അടുത്തത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ റൂൾസ് നമുക്ക് പഠിക്കാം. പരീക്ഷയ്ക്ക് ഇന്നേ വരെ ഞാൻ റൂൾസ്, വാട്ട് ആർ ദി റൂൾസ് ഫോർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇനി ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇതൊരു അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അന്നേരം റൂൾസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. മനസ്സിലാക്കി നന്നായിട്ട് വെക്കുക. റൂൾസ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. റൂൾസ് കാണാപ്പാടം പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇപ്പം എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നോൺ സീറോ എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത ഡിജിറ്റ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. 5, ഞാനിവിടെ 2 എക്സാമ്പിൾ. 5 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് മാത്രമല്ലേ ഉള്ളൂ. അന്നേരം അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ 1. എന്തൊരു എളുപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. 22 എത്ര ഡിജിറ്റേ ഉള്ളൂ? 2. 595 ഇതിനകത്തൊന്നും സീറോ ഇല്ല, നോൺ സീറോ അല്ല. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 3. 48595 കണ്ടോ? 1 2 3 4 5 6 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 6. അന്നേരം ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ആദ്യത്തെ റൂൾ ഏതാണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അതിനുള്ള 4 എക്സാമ്പിൾ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കും. കണ്ടോ? 5, 22, 595 ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ അത് കൃത്യമായിട്ട് അങ്ങ് എടുത്താൽ മതി. 5 ആണെങ്കിൽ 1, 2 ഡിജിറ്റ് ആണെങ്കിൽ 2. പക്ഷെ അതിനകത്ത് സീറോ ഉൾപ്പെടാൻ പാടില്ല. ഓൾ നോൺ സീറോ, സീറോ അല്ലാത്ത എല്ലാം എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. അടുത്തത് നോക്കാം. ഓൾ സീറോസ് ഒക്കറിംഗ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓൾ സീറോസ് ഒക്കറിംഗ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെയും നോൺ സീറോ ആകാം, സീറോ അല്ലാതിരിക്കാം. പക്ഷെ അതിനിടയിൽ സീറോ വന്നോട്ടെ, പക്ഷെ അതെല്ലാം സിഗ്നിഫിക്കന്റ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. വേറെ എക്സാമ്പിൾ 1.01 ആദ്യത്തെ അവസാനത്തും നോൺ സീറോ ഇല്ലയോ? സീറോ അല്ലാത്തതാണല്ലോ. അതിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 3. മറ്റൊരു എക്സാമ്പിൾ 5.0002 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 1, 2, 3, 4, 5, 6 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 3.00459 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞേ. 1, 2, 3, 4, 5, 6. അന്നേരം ആദ്യത്തെയും അവസാനത്തെയും ആദ്യത്തെ അവസാനത്തെയും നോൺ സീറോ ആണെങ്കിൽ അതിനിടയിൽ വരുന്ന സീറോയും നമ്മൾ എന്തായിട്ട് കൂട്ടും? സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടും. ആദ്യത്തെ അവസാനത്തെ നോൺ സീറോ ആണെങ്കിൽ മാത്രം അതിനിടയിൽ വരുന്ന സീറോയും നമ്മൾ എന്തായിട്ട് കൂട്ടും? സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടും. അന്നേരം ഇപ്പം നമ്മൾ 2 റൂൾസ് പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേന് കുറെ എക്സാമ്പിൾ നിങ്ങൾക്ക് നമ്മുടെ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. അതെല്ലാം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. അടുത്ത റൂളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ 2 റൂൾസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൻ ഓർത്തോണം. എപ്പോഴും റൂൾസ് കാണാൻ പഠിക്കണമെന്ന് ആവശ്യമില്ല, അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പിക്കാവുന്നതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അങ്ങനെ അടുത്ത റൂളിലോട്ട് നമുക്ക് പോകാം. റൂൾസ് ഒക്കെ ഭയങ്കര വലുതൊക്കെ ആയിരിക്കാം, പക്ഷെ ചെയ്തു തന്നാൽ എളുപ്പമാണ്. ഓൾ സീറോസ് ടു ദി റൈറ്റ് ഓഫ് ദി ഡെസിമൽ പോയിന്റ്. ഓൾ സീറോസ് ടു ദി റൈറ്റ് ഓഫ് ദി ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റിന് റൈറ്റ് ആയിട്ട് കാണുന്ന സീറോസ് എല്ലാം and to the left of a non-zero digit are never significant. അത് കൺഫ്യൂസിങ് ആയിരിക്കാം ഈ സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 0.000023 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്നാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഉദാഹരണം ഇവിടെ ലാസ്റ്റ് 2 നോൺ സീറോ. നോൺ സീറോ പറയുമ്പോൾ സീറോ അല്ല, ലാസ്റ്റ് എടുത്തു. ഇവിടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 1 ആണ് വന്നിരുന്നെങ്കിൽ ആദ്യത്തെ അവസാനത്തെയും നോൺ സീറോ ആണെങ്കിൽ മൊത്തം നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ്. മൊത്തം നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് കൂട്ടും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇത് ഇവിടെ 1 ആയിരുന്നെങ്കിൽ 1, 2, 3, 4, 5, 6, 7 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എഴുതി. പക്ഷെ തുടക്കം നിങ്ങൾ നോക്കി, ലാസ്റ്റിൽ നോൺ സീറോയാ, പക്ഷെ തുടക്കം സീറോയാ.
അന്നേരം അത് എന്തല്ല ഈ സീറോസ് ഒന്നും കൂട്ടത്തില്ല. മനസ്സിലായോ? അത് ശ്രദ്ധിച്ചോണം. അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി പോകാതിരിക്കാൻ എളുപ്പമാണ്. ആദ്യം നോൺ സീറോ വന്നാൽ മൊത്തം സിഗ്നിഫിക്കന്റ്, പക്ഷെ ആദ്യം സീറോ വന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള സീറോസ് ഒന്നും എന്തെടുക്കത്തില്ല, സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കത്തില്ല. അന്നേരം 1, 2, 3, 4, 5 ഇത്ര എടുക്കത്തില്ല, ബാക്കി 1, 2 ഈ നമ്പേഴ്സ് മാത്രമേ എടുക്കുള്ളൂ. അതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 2. ഒരു എക്സാമ്പിളോട്ട് പോവാം. 0.01256 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ഈ സീറോ കൂട്ടണ്ട, ബാക്കി 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 0.0128 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? വളരെ ഈസി ആയിട്ട് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 3. വളരെ ഈസി ആയിട്ട് പഠിക്കുക ഇങ്ങനെ. 0.0000000005 നിങ്ങൾ ഈ സീറോ എല്ലാം എണ്ണിക്കൊണ്ടിരിക്കണോ? വേണ്ട, നമ്മൾ ആ നോൺ സീറോ മാത്രം നോക്കിയാൽ മതി. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം അല്ലേ ഉള്ളൂ, 1. മാർക്ക് പോകാനും മാർക്ക് എളുപ്പം കിട്ടാനും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വളരെ ഇതാണ്. നന്നായിട്ട് അങ്ങ് ഓർത്തിരുന്ന് നന്നായിട്ട് മെമ്മറൈസ് ചെയ്താൽ ഈസി ആയിട്ട് പഠിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത് ഓൾ സീറോസ് ടു 4ാമത്തെ റൂൾ. ഓൾ സീറോസ് ടു റൈറ്റ് ഓഫ് എ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോൺ സിഗ്നിഫിക്കന്റ്. ഒരുപാട് റൂൾസ് ഉണ്ട് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്. 10, 12, 15 റൂൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് സിലബസിൽ പറഞ്ഞേക്കുന്ന റൂൾസ് മാത്രം നമുക്ക് തൽക്കാലം പഠിച്ചു പോയാൽ മതി. ഇങ്ങോട്ട് നോക്കിയേ, 120 വെറുതെ 120 എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ലാസ്റ്റ് നോൺ സീറോ. നമ്മള് ലാസ്റ്റ് നോൺ സീറോ, ലാസ്റ്റ് ഓൾ സീറോസ് ടു ദി റൈറ്റ് ഓഫ് ദി, അതായത് ഇതിന് ശേഷമുള്ള സീറോ നമ്മൾ കൂട്ടത്തില്ല എന്ന് പറഞ്ഞാൽ 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2 മാത്രമേ കൂട്ടത്തുള്ളൂ. അതിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 2 ആണ്. ഇവിടെയും 4500ൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. 31200. അന്നേരം ഈ 3 എണ്ണം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. എത്രയാണ്? 3 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നോൺ സീറോ കഴിഞ്ഞിട്ട് അപ്പുറത്ത് എടുക്കുന്ന സീറോസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ ഈ റൂൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ എല്ലാം കൊണ്ട് കൊണ്ട് തെറ്റി പോകുന്നില്ല. നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശകലം പോലും തരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അടുത്തത് എന്ന് പറയുന്നത് അറിയോ? ഓൾ സീറോസ് ടു ദി റൈറ്റ് ഓഫ് എ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഇവിടെ നോൺ സിഗ്നിഫിക്കന്റ് ഇഫ് ദേ കം ഫ്രം എ മെഷർമെന്റ്. ഉദാഹരണം, 400 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ 400 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ അവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 1 ഉള്ളൂ. പക്ഷെ 400 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 ഗ്രാമിന് തുല്യമാണോ? അല്ല. അതായത് മൊത്തം ഒരു മെഷർമെന്റിൽ നിന്ന് വരുവാണെങ്കിൽ ഇപ്പൊ 400 ഗ്രാം അല്ലെങ്കിൽ 400 റുപ്പീസ് 400 റുപ്പീസ് എന്നൊക്കെ വരുവാണെങ്കിൽ അതിലൊരു മെഷർമെന്റ്, അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെന്റിമീറ്ററോ മീറ്ററോ എന്നൊക്കെ ഉള്ളതാണ്. എന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. 400 ഗ്രാം എന്ന് വരുവാണെങ്കിൽ ഇതെല്ലാം കൂട്ടും. അത് 4 ഗ്രാമിന് തുല്യമല്ല. അതായത് 400 ഗ്രാം എന്ന് പറയുന്നത് 3 ആണ്. 120 സെന്റിമീറ്റർ എത്രയാണ്? 3 ആണ്. ഇനി ഇങ്ങോട്ട് നോക്കി, 42000 കിലോമീറ്റർ. ഈ റൂൾ വെച്ചാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചു, അത് ഈ 42 കിലോമീറ്റർ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അന്നേരം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 1, 2, 3, 4, 5, 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മനസ്സിലാക്കുന്നത്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തീരുന്നതിന് മുമ്പേ നിങ്ങൾ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, എത്രമാത്രം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ കൂടുന്നോ ദി മോസ്റ്റ് ആക്യുറേറ്റ് ഈസ് മെഷർമെന്റ്. അത്രമാത്രം ആ മെഷർമെന്റ് ആക്യുറസി, കൃത്യത കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന പോർഷൻ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കംപ്ലീറ്റ്. ഇതിനകത്ത് ഡൗട്ടുകൾ വരരുത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഒളിഞ്ഞിരിക്കുന്ന മാർക്ക് കിട്ടുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ്. പലർക്കും +1 മാർക്ക് പോകുന്ന ഒരു 2 ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാം. അന്നേരം ആദ്യം തന്നെ അതിനകത്തൊരു അർത്ഥമുണ്ട്. കാരണം എത്ര വലിയ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതോ വലുതോ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ ബിഗ് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ഏറ്റവും ചെറുതും വലുതോ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, നമുക്ക്
ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് വെച്ച് വളരെ കൺസെപ്റ്റ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, വാട്ട് ഈസ് മെൻ ബൈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാതിരിക്കും. ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം. അതിനാണ് ഞാൻ ഇവിടെ 3 കോളം വരച്ചേക്കുന്നത്. ഫസ്റ്റ് കോളം എഴുതിയിരിക്കുന്നത് ക്വാണ്ടിറ്റി. ആദ്യം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ചെയ്യേണ്ടത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ എക്സ്പ്രസ്ഡ് ഇൻ നിയറസ്റ്റ് പവർ ഓഫ് 10. ശ്രദ്ധിച്ചു കേൾക്കുക, എക്സ്പ്രസ്ഡ് ഇൻ നിയറസ്റ്റ് പവർ ഓഫ് 10 ആ ക്വാണ്ടിറ്റിയെ മാറ്റുക. നിയറസ്റ്റ് പവർ ഓഫ് 10 എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്നത് 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10⁻2 എന്ന് പറഞ്ഞാൽ അത് 100 ആണ്. 10⁻3 എന്ന് പറഞ്ഞാൽ 1000. ഇങ്ങനെ പോകും. ഇതാണ് 10ന്റെ പവേഴ്സ്. ഇങ്ങനെ 10⁻4 10⁻5 അങ്ങനെ എത്ര എടുക്കുന്നോ അതെല്ലാം 10ന്റെ പവറാണ്. അന്നേരം എക്സ്പ്രസ് ഇൻ ഏത് ക്വാണ്ടിറ്റി കിട്ടുന്നോ അടുത്ത സ്റ്റെപ്പ് എന്താണ് എക്സ്പ്രസ് ഇൻ നിയറസ്റ്റ് പവർ ഓഫ് 10. ആ പവറായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾക്ക് എന്താ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിളോട് അങ്ങ് മനസ്സിലാക്കാം. ഇപ്പം 5 ഒരു ഡിജിറ്റ് ആണ് 5 എന്ന് പറയുന്നത്. 5നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിയറസ്റ്റ് പവർ ഓഫ് 10. 5 10-നടുത്താണോ, 10 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 100 ആണ്. 100-നടുത്താണോ നിൽക്കുന്നത്? നമ്മളൊന്ന് ആലോചിക്കുക, 10-നടുത്താണോ 5 നിൽക്കുന്നത്, 100-നടുത്താണോ നിൽക്കുന്നത്? എപ്പോഴും 10-നടുത്താണ് 5 നിൽക്കുന്നത്. അത് നമുക്ക് 10ന്റെ പവർ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണമല്ലോ, 0.5 × 10⁻1. അങ്ങനെ 0.5 × 10 എന്ന് പറഞ്ഞാൽ 5 ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 0.5 × 10⁻1. ഈ 10ന്റെ പവർ ഏതാ? 1. അത്രയേ ഉള്ളൂ. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അടുത്ത 22 നിൽക്കുന്നത് 10-നടുത്താണോ 100-നടുത്താണോ? 10-നടുത്താ. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട, അന്നേരം 100-നടുത്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ 50-യോ 50ക്ക് മുകളിലോ വരുവാണെങ്കിൽ അത് 100-നടുത്തായിട്ട് കൂട്ടും. 50-യോ 50ക്ക് മുകളിലോ വരുവാണെങ്കിൽ ഇത് 50ക്ക് താഴെ നിൽക്കുന്ന 22. അന്നേരം നമുക്ക് അതിനെ 2.2 × 10⁻1. അന്നേരം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ? അടുത്ത 245. ഇത് 10-നടുത്ത് നിൽക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അന്നേരം നമ്മൾ ഇനി അടുത്തതിലോട്ട് കയറുക, കുറച്ചുകൂടെ വലിയ ബാഹുബലിയിലേക്ക് വരികയാണ്. അന്നേരം 245 എന്ന് പറഞ്ഞാൽ 100-നടുത്താണോ 1000-നടുത്താണോ എന്നുള്ളതാണ്. അന്നേരം 100-നടുത്താണോ 1000-നടുത്താണോ എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഇങ്ങനെയുണ്ട്. 500 കൂടുതലാണെങ്കിൽ അത് 1000-നടുത്താണ്. ഇത് 500 താഴെയല്ലേ 245. അതായത് 100-നടുത്തായിട്ട് എടുക്കാം. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം 2.45 × 10⁻2. നിങ്ങൾ നോക്കിയാൽ മതി. 2.45 × 10⁻2 എന്ന് പറഞ്ഞാൽ 2.45 × 100 എന്ന് പറഞ്ഞാൽ 245 കിട്ടും. അന്നേരം 10ന്റെ പവർ എത്ര? 2. ഇതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. 10ന്റെ പവർ ഏതാണോ അതെല്ലാം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അടുത്തത് 555. 500-നെക്കാട്ടി കൂടി. 500-നെക്കാട്ടി കൂടി എന്ന് പറയുമ്പോൾ അത് 1000-നടുത്തെത്തി അല്ലേ? അത് നമ്മൾ എങ്ങനെ എണ്ണാം? 0.555 × 10⁻3. 10ന്റെ പവർ ഏതാ? 3. അതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അടുത്തത് 999. ഇത് ഏതിനടുത്തെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, 1000-ന്റെ വളരെ അടുത്താണ്. അത് നമ്മൾ ഇത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. 0.999 × 10⁻3. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10ന്റെ പവർ എന്ന് പറയുന്നത് 3. ഇത്രയേ ഉള്ളൂ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അന്നേരം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത്. ഒരു ക്വാണ്ടിറ്റിയെ ആദ്യം നിയറസ്റ്റ് പവർ ഓഫ് 10-ലോട്ട് എഴുതുക. ആ 10ന്റെ പവറായിട്ട് വരുന്ന ഏതാണോ അതാണ് നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എഴുതുന്നത്. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5. അന്നേരം ഒരു മാർക്ക് ഒരു 5 മിനിറ്റ് പോലും എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടും. നല്ല ഈസി ആയിട്ട് പഠിച്ചു പോവുക. അന്നേരം ഈ 2 ടോപ്പിക്കും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് പോർഷൻസിലേക്ക് കയറുമ്പം എറർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. എറർ, ആക്യുറസി, പ്രിസിഷൻ, ഹ്യൂമൻ എറർ, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, കുറെ എറർ പഠിച്ചിട്ട് ഒരു 5 മാർക്കിൽ 4 മാർക്ക് ക്വസ്റ്റിനോട്ട് പോകും. എന്താണ് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നത്? അത് വളരെ എറർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഞാനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടേക്കാം. എറർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. എറർ എന്ന് പറയുന്നത് തെറ്റെന്നാണ്. അന്നേരം നമ്മൾ എറർ കണ്ടുപിടിക്കുമ്പോൾ തെറ്റ് വരുത്താൻ പറ്റുമോ? വരുത്താൻ പറ്റില്ല. ചെറിയ തെറ്റ് പോലും അവിടെ വരുത്താൻ പറ്റത്തില്ല. അത്രയും വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ടതാണ്. നമുക്ക് എററിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചെയ്യണം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ A+ മേടിക്കുന്നത് ഒരു
വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഫിസിക്സിനെ സംബന്ധിച്ച്. പക്ഷേ നല്ല ഹാർഡ് വർക്കിങ്ങും നന്നായിട്ട് എഴുതി പഠിക്കുകയും നമ്മൾ നല്ല കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് കിട്ടും? A+ ഉറപ്പായിട്ടും കിട്ടും. 10ാം ക്ലാസ്സുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് +1 കുട്ടികൾ. +2 എത്തിയ കുട്ടികൾക്ക് അവർ കൃത്യമായിട്ട് അറിയാം +1 എന്തുവാ. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉറപ്പായിട്ടും +1 എന്തുവാണെന്നൊന്നും വലിയ ധാരണയില്ല. ഏതാണ്ടൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫിസിക്സ് ആണ്, അതിൻ്റെ കൺസെപ്റ്റിൽ എടുക്കണം, നല്ല രീതിയിൽ എടുക്കണം. നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നന്നായിട്ട് കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ നമ്പറും എല്ലാം അതുകൊണ്ട് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യിക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടുത്ത ദിവസം നമുക്ക് എറേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.